ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമെന്നൊക്കെ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആമയെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. സ്കൂളിനൊന്നും ലീവ് കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും വീട്ടിലത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ എനിക്ക് മഴ പെയ്യുന്ന സമയത്താണ് ഇതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ മിക്കവാറും എൻ്റെ കിച്ചൺ ക്ലീനിങ് നടക്കുന്നതും ഇതുപോലുള്ള മഴ ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീടിനുള്ളിൽ മറ്റുള്ള ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ മാസത്തിൽ ഒരു തവണ ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും കുറേ ദിവസമായി നമ്മളിത് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട്. ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു, പക്ഷേ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാം കൂടി ഒത്തു കിട്ടിയ സമയമായ കാരണം കൊണ്ടാണ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഷെൽഫ് ഉണ്ടല്ലോ, അതിലിരിക്കുന്ന എല്ലാ ഗ്രോസറി ഐറ്റംസും എടുത്ത് തറയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉറുമ്പ് കയറിയിട്ടുണ്ട്, കുറേയൊക്കെ പാറ്റയും ഒക്കെ കയറി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാനെടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് ഉറുമ്പിനെ തുരത്താൻ വേണ്ടിയിട്ട്. അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. സംഭവം നമുക്കിപ്പോൾ പാഴ്സൽ വീട്ടിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാലും ഇതുപോലെ നമ്മുടെ ചുവരിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലന്തി വലയും അഴുക്കും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഷെൽഫുകളുടെ മേലെയൊക്കെ വന്ന് വീണ് കിടക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ഈ വൈറ്റ് പെയിൻറ്റ് അടിച്ചതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് ആകുമ്പോഴത്തേക്കും അതിൽ അഴുക്ക് പറ്റി പിടിക്കുമ്പോഴത്തേനും നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ. നമുക്ക് ഒരുപാട് അങ്ങോട്ട് അഴുക്കാക്കി ഇട്ടേക്കാൻ തോന്നത്തില്ലല്ലോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വൈറ്റ് ആയിട്ടുള്ള പെയിൻറ്റ് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഷെൽഫ് ഞങ്ങളിത് ചെയ്തതിന് ശേഷം റീസെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാസത്തിൽ ഒരു തവണ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ കുറച്ച് ഉറുമ്പിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കോളിൻ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്നൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് തുടച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട്. കോളിനാകുമ്പോഴത്തേക്ക് നന്നായിട്ട് അഴുക്കും പോയി കിട്ടും. പിന്നെ ഉറുമ്പിൻ്റെ ശല്യം വലുതായിട്ട് ഉണ്ടാകത്തില്ല. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഗ്രോസറീസൊക്കെ വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കോളിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമാണ് ഫുഡിൻ്റെ ഐറ്റംസൊക്കെ വെക്കാവുള്ളൂ. കാരണം ഈ ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ, മസാലപ്പൊടികളാണ് ഇതിനകത്ത് വെക്കുന്നത്. എന്തായാലും ബോക്സിനുള്ളിലൊന്നും ആവത്തില്ല. എന്തായാലും ഞാൻ അത് നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ സ്പൈസസും ഈ ഒരു ഷെൽഫിലാണ് വെക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ ബോക്സസും നമ്മൾ മീഷോയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്, ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. കടയിൽ നിന്നുള്ളതും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് പുറത്ത് പോയി നോക്കുന്നുണ്ട് മഴ തോർന്നോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ വിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. പിന്നെ അങ്ങനെ ആ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ കൗണ്ടർ ടോപ്പാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ അടിഭാഗത്തിരിക്കുന്ന അഴുക്കൊക്കെ ഒന്ന് തുടച്ച് കളയാമെന്ന് ഓർത്തു. അപ്പോൾ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ചൊക്കെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവും കൂടി ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം സബീനയും അതുപോലെ തന്നെ വിം ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ടൈൽസൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ പോർഷനിൽ ഇതേ സെയിം സബീനയും വിം ജെല്ലും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു കട്ടിയുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നില്ല. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, ഇത് നമുക്ക് സ്റ്റൗവിൽ യൂസ് ചെയ്താലും പോറലൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചേക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പയ്യാണ് ഞാൻ അടുപ്പിൻ്റെ പോർഷനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ചിലുള്ളത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താലും മതി. ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. പിന്നെ ചില സമയത്ത് ഞാനിതുപോലെ വിം ജെല്ലും ബേക്കിംഗ് സോഡയും വിനാഗിരിയും
എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, DIY സൊല്യൂഷൻ, അത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഇതുപോലെ സബീനയും വിം ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നല്ല മണവും ആയിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്കത് കുറച്ചും കൂടി ഇത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ DIY സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കബോർഡിൻ്റെ അടിഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലീൻ ചെയ്തതാണ്, വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന പോർഷനൊന്നും ഞാൻ തൊടുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഡോറിൻ്റെ ഇടയിൽ വരുന്ന അഴുക്കും അതും കൂടിയൊക്കെ ഒന്ന് കൈയോടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചേക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് തിരികെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലിരിക്കുന്ന പ്ലേറ്റും പ്ലേറ്റ് സ്റ്റാൻഡും ഞാൻ DMartൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കിച്ചൺ റാക്ക് ഉണ്ടല്ലോ, ഈ ഒരു 2 ടയർ റാക്ക്, ഇത് ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത്. ഓൺലൈനിലും സെയിം സാധനം അവൈലബിൾ ആണ്. മേടിച്ചിട്ട് എന്നെ ഒരു 3-4 വർഷം ആയിട്ടുണ്ട്. നമ്മുടെ വീട് വെച്ച സമയത്ത് മേടിച്ചതാട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ടാണ് സാധനങ്ങൾ പെറുക്കി വെക്കുന്നത്. കാരണം ഇതിലാണ് നമ്മൾ ഓയിലൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ ഓയിലായി ഇരിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ഒരു എണ്ണയുടെ കറ പറ്റി പിടിച്ചിരിക്കത്തില്ലേ, പിന്നെ അത് ഭയങ്കര പാടായിരിക്കും പോകാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ 3 ഭരണികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ 2 ഈ ഓയിൽ ക്യാൻ ഉണ്ടല്ലോ, ഇത് നമ്മളൊരിക്കൽ ശരവണയിൽ നിന്ന് മേടിച്ചതാട്ടോ. പിന്നെ ഈ ചെറിയ ആ ഒരു മസാല ബോക്സസ് റൗണ്ട് ഷേപ്പിനിരിക്കുന്ന അത് ഞാൻ DMartൽ നിന്നാണ് മേടിച്ചത്. 4 എണ്ണം വരുന്ന ഒരു സെറ്റിന് 90 രൂപയോ 100 രൂപയോ എന്താണ് ആയിട്ടുണ്ടായിരുന്നത്. വളരെ റേറ്റ് കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വുഡൻ റാക്കിലേക്ക് ഒരു വുഡൻ പ്ലേറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്തേക്ക് നല്ലെണ്ണയും കടുകും വറ്റൽമുളകും നൈഫ് സെറ്റും അതുപോലെ തന്നെ സ്പൂൺ ഇട്ട് വയ്ക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി മിസ്സിങ് ആണ്, മിക്സി നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അതും കൂടി വെക്കുമ്പോഴത്തേനും പൂർണ്ണമാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നത്. നമ്മുടെ കൗണ്ടർ ടോപ്പ് ഞങ്ങൾ ഫസ്റ്റിലെ തന്നെ വീട് പണി ചെയ്തപ്പോഴത്തേക്കും കുറച്ചൊന്ന് വീതി കൂട്ടി ചെയ്ത് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് വരുന്നത്, എനിക്ക് ഹൈറ്റ് കുറവായ കാരണം കൊണ്ട് എൻ്റെ ഹൈറ്റിന് അനുസരിച്ചാണ് അവരത് ചെയ്തു തന്നത്. താഴത്തെ വീട്ടിലത്തെ കൗണ്ടർ ടോപ്പ് എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ അമ്മയുടെ സൈസിനാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുന്നേ വെച്ച വീടാണ് താഴത്തത്. അപ്പോൾ മേലെ അതുകൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഹൈറ്റിനനുസരിച്ച് ചെയ്ത് തരണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാധാരണ വീടുകളിൽ ഇരിക്കുന്ന കൗണ്ടർ ടോപ്പിനേക്കാളും കുറച്ചൊന്ന് ഹൈറ്റ് കുറവായിരിക്കും. എനിക്ക് കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്നതിന് കണക്കിനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് L ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ അധികം സാധനങ്ങൾ ഒരുപാടൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം എല്ലാം അറേഞ്ച് ചെയ്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള നല്ല നല്ല റാക്കുകളൊക്കെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ മേടിക്കാനായിട്ട് കിട്ടും. ഞാൻ മേടിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് കാശ് മുടക്കിയിട്ട് അനാവശ്യമായിട്ട് സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ ഉപയോഗമുള്ളൊരു സാധനം നമ്മുടെ അടുത്തുള്ളപ്പോൾ എന്തിനാണല്ലേ വെറുതെ ചുമ്മാ ആഡംബരം കാണിക്കാനായിട്ട് വീണ്ടും വീണ്ടും മേടിച്ച് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഒന്നും തന്നെ മേടിക്കാത്തത്. ആ കമ്പിയിലുള്ള റാക്ക് തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. 3-4 വർഷമായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്താൽ മതി. എത്ര വർഷം വേണമെങ്കിലും വൃത്തിയായിട്ട് ഇരുന്നോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് മിക്സിയും കൂടി ക്ലീൻ ചെയ്ത് അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ MD ബോക്സസ്, നമുക്ക് കുറച്ച് സ്പൈസ് ബോക്സസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സിങ്കിനകത്ത് ഇട്ടിരുന്നു കേട്ടോ. അതൊക്കെ ഞാനെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഭരണിക്കുള്ളിൽ പോലെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞവരയില ഉണ്ടല്ലോ, അതായത് പനിക്കൂർക്ക, കർപ്പൂരവല്ലി എന്നാണ് ഇവിടെ പറയുന്നത് തമിഴിൽ. കർപ്പൂരവല്ലി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മണ്ണിനകത്തത് പിടിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ലക്കി ബാമ്പുവിൻ്റെ ഒരു സ്റ്റിക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ലേ മുന്നേ, ഒരു 2-3 വീക്ക് മുന്നേ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നു, അത് ഞാൻ ഇതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എത്രത്തോളം വളർന്ന് കിട്ടുമെന്നൊന്നും അറിയത്തില്ല.
അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഈ ഒരു സിങ്കിൻ്റെ സൈഡും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ വല്ലപ്പോഴും ഒക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. 2 ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. എപ്പോഴും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ലാസ്റ്റ് പോർഷനാണ്. മാത്രമല്ല നമ്മൾ കൂടുതലായിട്ടും ഇതിനകത്ത് ക്ലീനിങ് സൊല്യൂഷൻസാണ് വെച്ചേക്കുന്നത്, സോപ്പും സബീന പൗഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും അത് വീണ്ടും വീണ്ടും അഴുക്ക് പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്താണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുള്ളൂ. പിന്നെ ആ സൈഡിലുള്ള ചുവരും കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും മടിയാണല്ലേ ഇതുപോലുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട്. പക്ഷേ മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക എനർജി കിട്ടത്തില്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും വീട്ടിലെ പണികൾ ചെയ്യാനും ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതുപോലെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് അങ്ങോട്ട് ക്ലീനിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് പിന്നീട് അതെൻ്റെ ഒരു റുട്ടീൻ്റെ ഭാഗമായി മാറിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഇത് വൃത്തികേടായി കിടക്കുമ്പോഴത്തേക്കും എന്നെക്കൊണ്ട് പറ്റുന്നില്ലാത്തൊരവസ്ഥയായി കേട്ടോ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ അതിനൊരു റുട്ടീൻ തന്നെ കണ്ടുപിടിച്ചു. മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ചെയ്യാം, ഡീപ്പ് ക്ലീനിങ് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങൾ എപ്പോഴൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ഒരു ഷെഡ്യൂൾ പോലെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര മോട്ടിവേഷനാണ് ക്ലീനിങ് ചെയ്യുന്ന കാണുമ്പോൾ, അതുപോലെ ക്ലീൻ ചെയ്യാൻ തോന്നാറുണ്ടെന്ന് ഒരുപാട് പേര് മുന്നേയൊക്കെ കമൻ്റ് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് അവരുടെ ലൈഫിലൊരു ഇൻഫ്ലുവൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒരാൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ ഒരു 2 മണിക്കൂർ കൊണ്ടാണ് കഴിഞ്ഞത്. നന്നായിട്ട് തന്നെ എല്ലാം ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. വീടിൻ്റെ ഏത് പോർഷനാണെങ്കിലും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം നോക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറൊന്ന് തന്നെയാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പെരുമാറുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും ക്ലീനായിട്ട് ഇട്ടേക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ ഞാൻ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മെയിനായിട്ട് ഇന്ന് ക്ലീനിങ്ങിൻ്റെ കാര്യം മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.